ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശം ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ പണ്ട് ഒരു കല്യാണ വീട്ടിലെ പെട്ടെന്ന് കരണ്ട് പോയി. അവിടെ ജനറേറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല, പഴയ കാലമാണ്. അപ്പോൾ അച്ഛൻ മകൻ്റെ അടുത്ത് പറയാണ്, മകൻ്റെ കയ്യിലെ വിളക്ക് കൊടുത്തിട്ട് പറയാണ്, നീ പോയിട്ട് വെളിച്ചമില്ലാത്തടുത്ത് ഈ വിളക്ക് കൊണ്ടുപോയിട്ട് വെക്കാൻ പറയാണ്. അങ്ങനെ ഇവൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോവാണ്, വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കറണ്ട് പോയിരിക്കല്ലേ, ഒന്നും ഇവിടെ ഒന്നും വെട്ടല്ല. അങ്ങനെ പോയി. അങ്ങനെ അവൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ച് വരികയാണ്. പക്ഷെ അവൻ്റെ കയ്യിൽ വിളക്കുണ്ട്, വിളക്കവൻ വെച്ചില്ല. അവൻ ചോദിച്ചു, എന്താ മോനെ നീ വിളക്ക് വെക്കാതിരുന്നേ? അപ്പോൾ അവൻ പറയാണ്, അച്ഛാ, ഞാൻ ഈ വിളക്കുമായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവിടെ വിളിച്ചോ, ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ അവിടെ വിളിച്ചോ, ഞാനിത് ഇതുകൊണ്ട് എങ്ങോട്ട് പോകുന്നു അവിടെയൊക്കെ വിളിച്ചു, അതുകൊണ്ടാണ് ഞാൻ എവിടെ വയ്ക്കാതെ തിരിച്ചു പോകുന്നത്. ഇവിടെ വരെ നമ്മുടെ ഉള്ളിൽ ഈശോ തന്ന അല്ലെങ്കിൽ ജീവൻ്റെ ഒരു പ്രകാശം, ഒരു വെളിച്ചം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന ഇടങ്ങളിൽ ബാക്കിയുള്ളവരെ, ചുറ്റുമുള്ളവരെ ഇരുട്ടിലായിരിക്കാം. ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ടെൻഷൻ, ലോകത്തിൻ്റെതായ വ്യഗ്രതകൾ, ഒത്തിരി തടസ്സങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷേ എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഞാൻ മറ്റൊരാൾക്ക് ഒരു പ്രകാശമായിട്ട് മാറും, ഒരു വെളിച്ചമായിട്ട് മാറും. ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം മറ്റുള്ളവർക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അതൊരു പക്ഷേ ഒരു വലിയ ഇരുട്ടിനെ മാറ്റിമറിക്കാനായിട്ട് പറ്റും. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.